എന്താണ് HMPV? എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? ഈ രോഗം പടരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹായ്, ഞാൻ ഇസ്മായിൽ നാദാപുരം. ഞാൻ ഡോക്ടർ ഫാത്തിമ വർദ. ഹീലിംഗ് ഹാർമണി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു രോഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ചൈനയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതായത് HMPV എന്ന വൈറസ് വ്യാപിക്കുന്ന ഒരു രോഗമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ചൈനയിൽ ആ രോഗം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്താണ് HMPV? HMPV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഈ വൈറസ് വ്യാപിപ്പിക്കുന്ന രോഗമാണത്. ഇതൊരു ന്യൂമോവൈറിഡിയെ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടിട്ടുള്ള വൈറസാണ്. പുതിയതായിട്ട് ഉത്ഭവിച്ചതാണോ അതോ മുൻപേ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വൈറസ് മുൻപേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 2001 നെതർലാൻഡിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുട്ടികളിൽ പിന്നെ ശ്വാസകോശം അതുപോലെ തന്നെ മൂക്കിലുള്ളൊക്കെ സ്രവങ്ങളിൽ നിന്നുമാണ് ഈ വൈറസിന് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ശ്വാസകോശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു രോഗാണുവിനെ ഈ ഒരു വൈറസിന് കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? സാധാരണ ഒരു കോൾഡ് പോലെ ജലദോഷം, തൊണ്ടവേദന, ചുമ, പിന്നെ കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണെങ്കിൽ ശ്വാസമുട്ടൽ, അങ്ങനെ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഈ രോഗം കൂടുതലായി വരാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ്? കുട്ടികളിൽ, അതുപോലെ തന്നെ പ്രായം കൂടുതലുള്ളവർ, പിന്നെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ. എന്തെങ്കിലും ഒരു രോഗം കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിലും കൂടി ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രോഗം എങ്ങനെയാണ് വ്യാപിക്കുന്നത്? അതായത് രോഗികളുടെ നമ്മളിങ്ങനെ ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതങ്ങനെ പിന്നെ എയർ ഡ്രോപ്ലെറ്റ്സ് വഴി, അതുപോലെ തന്നെ ആ സെക്രീഷൻസ്, ഇപ്പം നമ്മളത് തൊടുകയാണ്, നമ്മളെ കയ്യിലാവുന്നു, ആ കൈ നമ്മൾ മൂക്കിലോ വായിലോ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയാണത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ കോവിഡിന്റെ സ്പ്രെഡൊക്കെ പറയൂലേ, കോവിഡ് എങ്ങനെയാണ് വ്യാപിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളും വ്യാപിക്കുന്നത്. ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രോഗാണുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ട് രോഗം വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3 തൊട്ട് 6 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഈ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഇതിന് വാക്സിൻ ഉണ്ടോ? ട്രീറ്റ്മെന്റ് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഒരു മരുന്ന് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ വാക്സിൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കെയർ കൊടുക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. ശരീരത്തിൽ ജലത്തിന്റെ അംശം കുറവാണെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള കോംപ്ലിക്കേഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓക്സിജൻ കുറവാണ്, ഓക്സിജൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സപ്പോർട്ടീവ് തെറാപ്പിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ രോഗം പടരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കോവിഡിൽ പറയുന്നത് പോലെ തന്നെ നമ്മളെ കൈ എപ്പോഴും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പും വെള്ളം കൊണ്ട് കഴുകുക. പിന്നെ എവിടെയെങ്കിലും തൊട്ടാൽ നമ്മൾ പറയുമല്ലോ ഹാൻഡ് വാഷ് ചെയ്യുക, പിന്നെ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ പൊതുവായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് തുമ്മൽ, ചുമയൊക്കെ വരുന്നവർ തന്നെ മറ്റുള്ള എവിടെയെങ്കിലും പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കൈയോ കോണ്ടാക്റ്റോ വരുവാണെങ്കിൽ തന്നെ നേരിട്ട് നമ്മൾ മൂക്കിലോ അല്ലെങ്കിൽ നമ്മൾ വായിലോ കൊണ്ടുപോകാതിരിക്കുക. നന്നായിട്ട് കൈയൊക്കെ കഴുകി ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്ത് കഴുകുക. പിന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മളൊരു ഹാൻഡ് വാഷ് നമ്മളെപ്പോഴും ഒരു സ്ഥിരാക്കി വെച്ചിട്ടുണ്ടല്ലോ, ശീലമായിട്ടുണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എല്ലാവിധ മുൻകരുതലുകളും എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അതെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണും അല്ലേ? അതെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.